സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ, അതിൻ്റെ ആദർശങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ, അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ വളരെ സത്യസന്ധമായ നിലക്ക് ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കാൻ സാധിക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ. അങ്ങനത്തെ മുഅല്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സദർമാരാവുന്ന പണ്ഡിതന്മാർ, അവരുടെ സംഘമാണ് തഖ്വിയ എന്ന പേരിൽ ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചതനുസരിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലും അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചടങ്ങിലാണ് നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ഒരു വിശുദ്ധമായ ഇലാഹിയായ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിരുന്ന പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവർ സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഏത് നന്മകളും അത് വിശുദ്ധമായ ഈമാനിൽ നിന്ന് വളർന്ന് ഉത്ഭവിച്ചു വരണം. എന്നാലേ ആ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുടെ റിക്കാർഡിൽ അത് രേഖപ്പെടുത്തുകയുള്ളൂ. സൂറത്തൻ നന്മകളായി കാണപ്പെടുന്ന പല സംഗതികളും അതിനെ ഉത്ഭവിപ്പിക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചോളണമെന്നില്ല. ഇനി സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ 100% അതിന് മാർക്ക് നൽകപ്പെടണം എന്നില്ല. അതുകൊണ്ടാണ് ഏത് നന്മകളും ആ നന്മകളെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിൻ്റെ മബ്ദഹ്, അതിൻ്റെ തുടക്കം, അത് വളരെ വിശുദ്ധമായ ഇഖ്ലാസോടുകൂടി ഉണ്ടാവണ ഒരു മബ്ദയിൽ നിന്നാണ് അതിനെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതെന്ന്. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിജയരഹസ്യവും അതിൻ്റെ ഈ ഉയർച്ചയും അതിൻ്റെ വളർച്ചയും ഒക്കെ ഈ നിലക്ക് വളർന്ന് പന്തലിക്കാനും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ചെറിയവർക്കും വലിയവർക്കും പണ്ഡിതനും പാമരനും ഒക്കെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത മറ്റ് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾക്കൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ അവരൊക്കെ വളരെ ഒരു വിശുദ്ധമായ ഒരു പവിത്രമായ ഒരു സംഘടനയായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അവർ കാണുന്നത്. അതിൻ്റെ മഹത്വവും അതിൻ്റെ വലുപ്പവും അതിൻ്റെ ബഹുമാനമൊക്കെ അവർക്കറിയാം. ഈ നിലക്ക് ഇതിവിടെ വളർന്ന് പന്തലിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ദീനിനോട് ബന്ധപ്പെട്ട എന്തൊരു സംരംഭങ്ങളാണെങ്കിലും അത് സംഘടനകളാവട്ടെ, പ്രസ്ഥാനങ്ങളാവട്ടെ, അതല്ല സ്ഥാപനങ്ങളാവട്ടെ, അതിന് ഉത്ഭവിക്കപ്പെടാൻ അടിസ്ഥാനപരമായി ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു ഉൽപാദന കേന്ദ്രത്തിൽ നിന്നാവണം അതിന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെയല്ലേ വഹീന്റെ മബ്ദആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വിശുദ്ധമായ ഖൽബിനെ. വിശുദ്ധമായ ആ ഖൽബ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കുള്ള ആ വിശുദ്ധമായ ആത്മാവ്, ആ ആത്മാവിനെയാണ് തിരഞ്ഞെടുത്തത്. ആ ആത്മാവ് കൊണ്ട് വഹീനെ കബൂൽ ചെയ്യാനും ആ ആത്മാവ് കൊണ്ട് വഹീനെ സംഭരിച്ചു വെക്കാനും ആ ആത്മാവ് കൊണ്ട് കേൾപ്പിക്കപ്പെടുന്നതായ വഹീന്റെ ആ സന്ദേശങ്ങളെ കേൾക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. കാരണം ആ ഒരു സ്വഭാവത്തിലാണ് വിശുദ്ധമായ വഹീനെ സ്വീകരിക്കേണ്ടതും അതിനെ സംഭരിച്ചു വെക്കേണ്ടതും അതിനെ കേൾക്കേണ്ടതൊക്കെ.
സാധാരണ കാതുകൊണ്ടല്ല അതിനെ കേൾക്കേണ്ടത്, സാധാരണ ഒരു ഹൃദയത്തിലല്ല അതിനെ സംഭരിച്ചു വെക്കേണ്ടത്. അപ്പൊ അതിനെ കേൾക്കുന്നതും അതിനെ സംഭരിച്ചു വെക്കുന്നതും അതിനെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ അത് വിശുദ്ധമായ ആത്മാവ് കൊണ്ട് ആവണം. ആ ഒരു അവസ്ഥയിൽ പണ്ഡിതന്മാർ എത്താൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നമ്മൾ യഥാർത്ഥ വഹീന്റെ മുബല്ലിഗീങ്ങളായി കൊണ്ട് മാറും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശുദ്ധമായ വഹി, ആ വഹീന്റെ മുബല്ലിഗീകളാണ്. ആ വഹീന്റെ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് എത്തിച്ചു കൊടുക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലക്കുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ശരീഅത്തിനെ അവയാവുന്ന ഞാൻ അതിനിവിടെ അവതരിപ്പിച്ചു. അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ള കാലത്തോളം അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ള സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ അനുയോജ്യമായി കൊണ്ടുപോകും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു പതിവാണ്. ദീനിനെ സംരക്ഷിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമാകുന്നതായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ ശരീഅത്തെ നമ്മൾ പരിശോധിച്ചു. ആ ശരീഅത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിനോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനോട് അടുത്ത കാലഘട്ടത്തിനോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള അവർ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനോ അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളോടോ അനുയോജ്യമായ ശരീഅത്തുകളായി. അത് കാലാകാലം അനുയോജ്യമായ ഒരു ശരീഅത്തോ ഒരു സംവിധാനമല്ല അല്ലാഹു മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ശരീഅത്തിന്റെ സ്വഭാവം. അടിസ്ഥാനപരമായി എല്ലാവരും ഇസ്ലാം ദീനെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് റസൂലുള്ളാഹിയും അതിന്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതൊക്കെ പ്രത്യേകമാവുന്നതായ അവധികളെ കൊണ്ട് അവധി നിശ്ചയിക്കപ്പെട്ട ശരീഅത്തുകളായിരുന്നു. ആ അവധികൾക്ക് ശേഷം അത് ഒരിക്കലും പ്രായോഗികമല്ല. ഇപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അത് ഈസാ നബിന്റെ ശരീഅത്തോടു കൂടി അതിന് ദുർബലമാക്കപ്പെട്ടു, അതിന് നിസ്ക് ചെയ്യപ്പെട്ടു. അതല്ല, ഈസാ നബിന്റെ ശരീഅത്തോടു കൂടി അതിന് നിസ്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഈസാ നബിന്റെ ശരീഅത്തിന്റെ കാലഘട്ടത്തിലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ഇവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ ശരീഅത്തോടു കൂടിയാണ് ഈ രണ്ട് ശരീഅത്തിനെയും ദുർബലമാക്കപ്പെടുന്നത്. അപ്പോ എങ്ങനെയായാലും ഓരോ ശരീഅത്തുകളും ആ ശരീഅത്തുകളെ മുൻകഴിഞ്ഞ ശരീഅത്തുകളൊക്കെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പ്രത്യേകമാവുന്ന അവധികൾ നിശ്ചയിച്ചുകൊണ്ടാണ് അതിനെ അവതരിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ആ ശരീഅത്തുകളെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ നബിയിലേക്ക് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ശരീഅത്ത് അത് പൂർണ്ണമായ ഒരു ശരീഅത്താണ്. തമ്മത്ത് കലിമത്തു റബ്ബിക, പൂർണ്ണമായ ശരീഅത്താണ് നബിയെ തങ്ങൾക്കുള്ള ഈ ശരീഅത്ത്. സിദ്ഖൻ വ അദ്ലാണ്, അത് സാദിഖത്തായ കലിമത്തുകളാണ്, അത് ആദിലത്തായ കലിമത്തുകളുമാണ്. അതിന് നിസ്ക് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ ഇത് നിലനിൽക്കേണ്ട കാലം വരെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഏത് കാലഘട്ടത്തിലും പ്രായോഗികമായ ഒരു ശരീഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആ ശരീഅത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ ശരീഅത്തുകളെ അതിന്റെ കാലഘട്ടം കഴിയുന്നത് വരെ, അതിന്റെ ഡേറ്റ് തീരുന്ന വരെ അതിനെ സംരക്ഷിച്ചതുപോലെ ഈ ശരീഅത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാകും. ആ സംവിധാനത്തിൽപ്പെട്ട ഒന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ സംരക്ഷണമാണ്. വിശുദ്ധ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പൂർണ്ണമായും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവുന്ന മഹത്തുക്കള് അവര് അത് വളരെ ആലോചിക്കേണ്ടവരോട് ആലോചിച്ചു. അത് ഹയാത്തുള്ളവരോടും മരണപ്പെട്ടവരോടും അവര് ബന്ധപ്പെട്ടു. അങ്ങനല്ലേ, മനുഷ്യൻ അവന്റെ ഈമാൻ അവൻ വളർത്തിയെടുത്താൽ അവർക്ക് മരണപ്പെട്ടവരോട് സംസാരിക്കാൻ കഴിയും, മലായിക്കത്തിനോട് സംസാരിക്കാൻ കഴിയും, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരോട് സംസാരിക്കാൻ കഴിയും. വയുക്കല്ലിമുഹും, അവരോട് മലായിക്കത്തിനെ കാണാൻ കഴിയുന്നു. മരണപ്പെട്ടു പോയ സർവ്വ മുഖദ്ദസ്തായ അർവാഹുകളെയും കാണാൻ കഴിയും. വയുക്കല്ലിമുഹും, അവരോട് സംസാരിക്കാൻ കഴിയുന്നു. വയുക്കല്ലിമുഹു, അവരോട് സംസാരിക്കുന്നു. അപ്പൊ വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് ശരീരത്തിന്റെ ഒപ്പം ഉണ്ടാവട്ടെ, അതിലൊക്കെ ശരീരത്തെ തൊട്ട് വിട്ടുപിരിയട്ടെ.
എങ്ങനെയായിരുന്നാലും ആ ആത്മാവിനെ വിശുദ്ധമാക്കി തീർത്തു കഴിഞ്ഞാൽ സാധാരണ ആത്മാവിനേക്കുള്ള ഒരു പവറിനേക്കാൾ ശക്തമായ ഒരു പവറായിരിക്കും ആത്മാവിനേക്ക് ഉണ്ടാവുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി കൊണ്ട് ആത്മാവ് കൊണ്ട് കബൂൽ ചെയ്തു, ആത്മാവ് കൊണ്ട് അതിനെ സംവരിച്ചു വെച്ചു. കാരണം ആ വിശുദ്ധമായ കൽബ് എന്നുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ആത്മാവ് കൊണ്ട് വഹീനെ സംവരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലായികത്തിനെ കാണാൻ സാധിച്ചു. എന്താ കാരണം? ആത്മാവ് വിശുദ്ധമായ ആത്മാവ്. റസൂൽ വഹീനെ അങ്ങനെ സ്വീകരിച്ചില്ലേ. മലക്കിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ആ സൂറത്തിൽ വരുമ്പോഴും മലക്കിൽ ഇത് സ്വീകരിച്ചു. ഇനി മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും മലക്കിൽ ഇത് സ്വീകരിച്ചു. നീ ഈ രണ്ട് സ്വഭാവം അല്ലാത്തൊരു സ്വഭാവത്തിലാണെന്ന് വെക്കുക, ശബ്ദങ്ങളെ കേൾപ്പിക്കുക, അങ്ങനെ സ്വീകരിക്കാറുള്ള സ്വഭാവം കഴിഞ്ഞു. എന്താ കാരണം? ഈ വഹീനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മബുദ ആവുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള ആ ആത്മാവ് അത് വിശുദ്ധമായ ആത്മാവായാലേ അത് സാധിക്കുള്ളൂ. അല്ലാഞ്ഞാൽ അത് സാധിക്കൂല, ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തത്ഹീർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം വഹീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രൂപത്തിലും സ്വീകരിച്ചു. ആ 3 രൂപത്തിലും സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രയാസപ്പെട്ട രൂപം തന്നെയാണ്. മലക്കിന്റെ നേരക്ക് മലക്കിന്റെ ഇത് അതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. ഇനി മലക്ക് മനുഷ്യന്റെ രൂപത്തിലോ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിലോ ഒന്നും അല്ലാതെ ആ ശബ്ദങ്ങളെ കേൾപ്പിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായതായ ഒരവസ്ഥയാണ്. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു. മലായികത്തിനെ കണ്ടു. കുറേ അമ്പിയാ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടവരെ രൂപത്തിനെ പറ്റിയും സ്വഭാവത്തിനെ പറ്റിയും റസൂൽ പറഞ്ഞു. വറഅയ്തു ആദം കഅന്നഹു ദഖലത്തുൻ ദിവാൽ. ആദമിനെ പറ്റി പറഞ്ഞു. ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞു. വറഅയ്തു ഇബ്രാഹിം വഅന അശ്ബഹു ഉൽദി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മക്കളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ളവൻ ഞാനാണ്. മൂസ നബിനെ പല സമയത്തും കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ വേളയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലന്റെ തായ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ച കണ്ടതിനെ പറ്റി റസൂലുള്ളാഹി പലപ്പോഴും പറഞ്ഞു. കാന്നി അൻദുറു ഇലാ മൂസ ഹീന യൻഹദിറു ഫിൽ വാദി. ഇലൽ വാദി, ആ മലന്റെ തായ്വരയിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഹജ്ജിന്റെ വേളയിൽ ഞാൻ കണ്ടു. അത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. ഈസ നബി മരണപ്പെട്ടിട്ടില്ലെങ്കിലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കണ്ടു. കാന്നോ ഖറജമിൻ ദീമാസ്, തണുത്ത സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ എയർ കണ്ടീഷന്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ കുളിച്ചുകൊളുപ്പരിന്നൊക്കെ വരുന്നത് പോലെ ഉണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്ര സുന്ദരമായ ഒരു മുഖവും ഒരു പ്രസന്നതയൊക്കെ ഉണ്ട് മൂപ്പരുടെ മുഖത്തുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവർക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചവർ അവർ മരണപ്പെട്ട മശായിഖന്മാരോടും മുഖദ്ദസ്തായ അർവാഹുകളോടും ഇവിടെ ഹയാത്തുള്ളതായ മശായിഖന്മാരോടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് മുഷാവറ നടത്തി അന്വേഷിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ടാണ് അവര് ആ ഒരു ദീനിനോട് ബന്ധപ്പെട്ട ഒരു സംഘടന അവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ചെയ്യേണ്ടതായ ഏതെല്ലാം പ്രവർത്തികളുണ്ടോ അതൊക്കെ ചെയ്തിട്ടായിരിക്കും അവര് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചു. അതാണ് ഇതിന്റെ വളർച്ചയുടെ വിധാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരു ശക്തിക്കും ഒരിക്കലും ഈ സംഘടന ഏതെങ്കിലും നിലക്ക് തരം താഴ്ത്താൻ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കി കാണാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനോ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവ് അവരിവിടെ സ്ഥാപിച്ചതായ വിശുദ്ധമായതായ സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് ആ സംഘടനന്റെ ഒരു ഉപസംഘടനയായി കൊണ്ടോ അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്നും കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനൊരു തൗഫീഖ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. കാരണം ഈ മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാതിദത്ത്, അവരോടൊക്കെ ഉള്ളൊരു ബന്ധം നമുക്കുണ്ട്. ഈ ബന്ധം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നാഖിസത്തായ നുഫൂസുകളാണ്. നാഖിസത്തായ നുഫൂസുകൾക്ക് കാമിലത്താവുന്ന നുഫൂസുകളോട് കൂടി ബന്ധപ്പെടുമ്പോൾ അതിനൊക്കെ പ്രത്യേകമാവുന്ന ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ നഫ്സുകളൊന്നും അത് മുഖദ്ദസത്തല്ല, നമ്മളെ നുഫൂസുകൾ അത് കാമിലത്തായ നുഫൂസുകളല്ല. അപ്പൊ ഈ നുഫൂസുകൾക്ക് നമ്മളെ ഈ നഫ്സുകൾക്ക് നമുക്കൊരു ആത്മീയമാവുന്ന ഒരു ഉത്തേജനം ഉണ്ടാക്കി തീർക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ മഹാന്മാരോടുള്ളതായ ബന്ധം. ആ ബന്ധം നമ്മൾ സ്ഥാപിക്കാറുള്ളത്. അപ്പൊ അതാണ് മഹാന്മാർ സ്ഥാപിച്ചതായ സംഘടന.
ആ സംഘടനയാവുമ്പോൾ ആ സംഘടനയുടെ പിന്നിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുക. ഇത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ സംഘടനയല്ല. വിശുദ്ധമാകുന്ന ദീൻ, ആ ദീനിന്റെ ദഅവത്താണ്. അതിന്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പ്രചരിപ്പിക്കാനാണ്. ആശയവും ആദർശമൊക്കെ വലുത് തന്നെയാണ്. ആദർശ സമ്മേളനം നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അതിപ്പോൾ നമ്മളെ മുഅല്ലിമീങ്ങളും അടുത്ത മാസം മുതൽ തുടങ്ങാൻ പോവാണ് ആദർശം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 2 വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക. ആവശ്യമാണെങ്കിൽ ശരീരത്തിനോട് എതിരല്ലാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ SNDC ഒക്കെ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ. അത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 52-53 സ്ഥാപനങ്ങൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർ പല സ്ഥാപനങ്ങളും ഈ കൊല്ലം അപേക്ഷിച്ചു. പക്ഷെ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പലതും ഒഴിവാക്കി. അടുത്ത വർഷവും പല സ്ഥാപനങ്ങളും വരാൻ വേണ്ടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പദ്ധതിയിൽ ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിലായി രേഖപ്പെടുത്തുന്നത്. ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം അവിടെ കാത്തു സൂക്ഷിക്കണം. ഇവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ അവിടെ കാത്തു സൂക്ഷിക്കണം. സ്വന്തം മതക്കാര് അവരെ മതക്കാരുമായുള്ളതായ കടപ്പാടുകളൊക്കെ അത് കാത്തു സൂക്ഷിക്കണം. മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള കടപ്പാടുകളും എന്തൊക്കെയാണ്, അതെനിക്ക് യാതൊരു നിലക്കുള്ള പോറില്ലാത്ത നിലക്ക് അത് കാത്തു. ഇതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത്. ചാരിറ്റി പ്രവർത്തനം, SKSF ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക, നമുക്കറിയാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രൂപത്തിന് മുമ്പേന്റെ നടത്തിയ പ്രവർത്തികളെ എഴുതുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, നബിയെ തങ്ങൾ വിരുന്നുകാരെ സൽക്കരിക്കും, വതക്സിബുൽ മഅദൂം വതുഈനു അലാ നവാഇബിൽ ഹഖ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപത്തിന്റെ മുമ്പ് നടത്തിയിരുന്ന ഒരുപാട് ചാരിറ്റിയെ പറ്റി ഖദീജ റളിയല്ലാഹു തആല അൻഹ എടുത്തു പറഞ്ഞു. എല്ലാ മേഖലയിലും നബി നടത്തിയിരുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് യുഖ്സികല്ലാഹു അബദാ, നബിയെ തങ്ങൾക്ക് ഒരു കാലത്തും പരിചയം ഉണ്ടാവില്ല. അപ്പൊ അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ലക്ഷ്യമില്ലാന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ അതൊക്കെ എപ്പോഴും പറയാറ്. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെ. ആദർശം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അമ്പിയാക്കന്മാര് വൈബാറിയോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് വൈബാറിയോ, പലർക്കും സംശയമാണ്. നമ്മൾ അവർ വൈബാറിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പലർക്കും സംശയം. അപ്പൊ അത് നമ്മളെ സംശയത്തില് നമ്മളെ കൊണ്ടുപോയി എത്തിക്കാൻ ആവശ്യമാകുന്ന നിലക്കുള്ള ചില ഹദീസുകളോ ചില ആയത്തുകളൊക്കെ നമ്മളെ മുന്നിൽ കൊണ്ടു. അപ്പൊ അല്പജ്ഞാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സംശയമാവും. അപ്പൊ ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസരത്തിൽ ഞാനത് ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും അത് തിരഞ്ഞു നോക്കാൻ പറഞ്ഞു. എന്നാ നബിക്ക് എവിടെ വീട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ നബിക്ക് പറഞ്ഞാൽ പോലെ, ആരും ഒരാളെ പറഞ്ഞിട്ട് ആ മാല എന്ന സ്ഥലത്ത് എടുക്കുന്നുണ്ട് അവിടെ എടുത്തോട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലെ സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും യഥാർത്ഥത്തിൽ ആ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി നമ്മൾ മനസ്സിലാക്കിയാൽ, റസൂലുള്ളാഹി ഒരു യുദ്ധം കഴിക്കാൻ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഒമൻ അറാദ മിൻകും അൻ യസ്തഅജില ഫൽയസ്തഅജിൽ, ആർക്കെങ്കിലോടോ വേഗം പോണെങ്കിൽ പോയിക്കോ എന്ന് പറയും. കാരണം അങ്ങനെയാണല്ലോ, പരിപാടി കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ എത്താമെന്നാണ് നീക്കാറ്. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ തന്നെ, ഇവിടുന്ന് കഴിഞ്ഞാൽ വേഗം ഇവിടെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തണം. ഇതൊരു മനഃശാസ്ത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെയല്ലേ നബിന്റെ ദഅവത്തിന്റെ ശൈലി അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഈ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു പുതിയ സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് ദഅവത്ത് ചെയ്തിട്ട് അത് പലതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കല്ല. അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ മാഹിലൊരു പള്ളിയിൽ കാണത്തിന് അസ്ലാം ഖത്തറിന്റെ ആവശ്യം വെച്ചു. അപ്പോഴേ അവിടെ അപ്പൊ എനിക്കറിയാം എല്ലാവർക്കും വേഗം പോകാൻ ധൃതി ഉണ്ടാവും. അതാണ് മൻ അറാദ മിൻകും അൻ യസ്തഅജില ഫൽയസ്തഅജിൽ, വേഗം പോകണ്ടോന്നൊക്കെ വേഗം പോയിക്കോ. കാരണം അത് അവരെ മനഃശാസ്ത്രം അങ്ങനെ, അവരെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഒരു സ്ഥലത്ത് അവരവിടെ ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല പോയ പേരാണ്. അപ്പൊ എല്ലാവരോടും തിരഞ്ഞു വെക്കാൻ പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹിക്ക് തുവിയത്തില്ലാർന്നു കുല്ലുഹ സുവിയത്തില്ലാർന്നു കുല്ലുഹ എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം എല്ലാ ഭൂലോകത്തുള്ള എല്ലാ സംഗതികളും ഞാൻ അതിനെ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നമ്മളൊരു കൊടക്കീയിൽ എന്ന് പറഞ്ഞ മാതിരിക്കും. അതുകൊണ്ട് എപ്പോഴും നോക്കി മനസ്സിലാക്കാന്നല്ല, അതിനെ നോക്കി അള്ളാഹു കാണുന്നത് പോലെ കാണുന്നുണ്ട് എന്നല്ല. ആ വിശ്വാസം നമുക്കില്ല. അത് നമ്മൾ അള്ളാഹ് കാണുന്നത് പോലെ കാണണമെന്നല്ല പറയണം. ലോകത്തുള്ള എല്ലാം കാണാൻ ഇവർക്ക് കഴിയും.
അത് എങ്ങനെ അവർ കാണുമെന്ന് പറഞ്ഞാൽ അതിന്റെ ആലാത്തുകൾ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ വസായിത്തുകൾ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും. ആ വസായിത്ത് ആലാത്തുകളിൽ പെട്ടതാണ് വിശുദ്ധമായ ഈമാൻ. ആ ഈമാനെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്കത് കാണാനും കേൾക്കാനൊക്കെ കഴിയും. കാണണം കേൾക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അപ്പൊ റസൂലയും ആ മാൻ എവിടെയാണെന്നുള്ളത് കാണാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് കാണാൻ കഴിയും. പക്ഷെ റസൂൽ എന്തായില്ല, അത് സ്ഥലം പറഞ്ഞില്ല. എല്ലാവർക്കും ധൃതി ഉണ്ടാവുക. അപ്പൊ ഒരു പടി ഏൽപ്പിച്ചു കൊടുത്തു, ആ മാനെ തെരയുന്നു. നേരെ മറിച്ച് മാന അവിടെ ഉണ്ട്, മാന എടുത്തു കൊടുത്താലും നമ്മൾ പോയില്ലെന്ന് ചോദിക്കും. അപ്പൊ അത് വേണ്ട, ഞങ്ങളവിടെ മാനെ തെരയുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ കൂടി. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ അതിന് എവിടെയുള്ളത് എന്ന് പറയാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമാവുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഹബസ്തി റസൂലല്ലാഹ്, എടി പെണ്ണേ, ആയിഷ അള്ളാഹുവിന്റെ റസൂലിനെ ഇവിടെ ഹബസ് ചെയ്തില്ലേ, നിന്റെ മാനെ പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ലെവലൊക്കെ കാത്തുക്കളും. അസ്ഹാബഹു റസൂലുള്ളാഹിന്റെ അസ്ഹാബന്മാരെയും ഇവിടെ ഹബസ് ചെയ്തു. വലൈസു അലാമാ, അവരെ വെള്ളമുള്ള സ്ഥലത്തല്ല. വലൈസ മഅഹുമ്മാ, അവരെ കൂടെ വെള്ളമില്ല. അപ്പൊ വെള്ളമില്ലാത്ത സ്ഥലത്താണ് അവരെ കൈവശം വെള്ളമില്ല. അങ്ങനത്തെ സ്ഥലത്ത് നീ ഇവിടെ വില ഹബസ് ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കാം? അടുത്ത നിസ്കാരത്തിന്റെ സമയം വരുമ്പോൾ എങ്ങനെ വരും ഒന്നുണ്ടാക്കുന്നതാണ് അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് ചോദിച്ചത്. റസൂലുള്ളാഹിക്ക് അറിയാം ഇവിടെ വെച്ചുകൊണ്ട് ഒരു പ്രധാന സംഭവം നടക്കാൻ പോവുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, വെള്ളമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് തയമ്മുമാണ്. അപ്പൊ ആയത്തു തയമ്മും അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സ്ഥലം അതാണ്. അപ്പൊ ആ സ്ഥലത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ മാനസികാവസ്ഥ വെറുതെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാന തരികെന്ന് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിക്ക് മാന എവിടെ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടല്ലത്. അപ്പൊ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ പറയണത്. അള്ളാഹ് അറിയണതൊക്കെ ചിലപ്പോൾ അറിയാം, പക്ഷെ അറിയണതിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും നിലക്കുള്ള അസ്ബാബുകളോ ഏതെങ്കിലും നിലക്കുള്ള അതിന്റെ ആലാത്തുകളോ അതിന്റെ മറ്റു ഉപകളോ വേണ്ട, അള്ളാഹുവിനിക്ക് അതിനറിയാം. നമ്മൾ കണ്ണില്ലാതെ കാണാൻ, മൂക്കില്ലാതെ പിന്നെ കാതില്ലാതെ കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭൗതികമായി നമ്മൾ ഉപയോഗിക്കുന്ന നിലക്കുള്ള അസ്വാബുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആലാത്തുകളിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹിദായത്തില്ല. എപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ എപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. വൈദേശികതകൾ പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബാകുന്നു എന്ന് പറഞ്ഞു. എപ്പോഴും കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ പോലെ കൽബിക്ക് നോക്കുക എന്നുള്ളതല്ല, കുപ്പികളെ കൊണ്ടുവച്ച് നോക്കുന്നത് പോലെ നോക്കുക എന്നുള്ളതല്ല. നിങ്ങളെ കൽബിലേക്ക് നോക്കി അതൊരു തെർബിയത്ത് ചെയ്യണ ശേഖനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുരീദന്മാരുടെ ആ അള്ളാഹു ഘടിപ്പിച്ച ലോഹിലായിരിക്കും അവരെ കണ്ണത് എപ്പോഴും. അതല്ലേ, അവരെ കണ്ണത് എപ്പോഴും ലോഹിൽ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ യഥാർത്ഥ കോപ്പിന്റെ ഒരു പതിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ അശിയാകളിലും അല്ലാഹു അതിനെ പതിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലും അതിന്റെ ഒരു പതിപ്പുണ്ടാവും. അപ്പൊ ഷെയ്ഖ് അവരെ കണ്ണത് എപ്പോഴും ലോഹയിൽ എന്ന് പറഞ്ഞാൽ മുരീദന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട അവരെ ശരീരത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയ ലോഹയിലേക്ക് നോക്കിയിട്ട് അവരെ തെർബിയത്ത് ചെയ്യുകയായിരിക്കും. ആവശ്യമുള്ള സമയത്തൊക്കെ അതിലേക്ക് നോക്കി അതിൽ എന്തൊക്കെയാണ് തെർബിയത്തിന് വേണ്ട ആവശ്യം എന്ന് മനസ്സിലാക്കി തെർബിയത്ത് ചെയ്യാൻ കഴിയും. അതിനുള്ള ആയുധങ്ങൾ, അതിനുള്ള വസായിത്തുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ആശയം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതല്ല, ആദർശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത് ആദർശത്തിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പോഷക സംഘടനയാവുന്ന SKSയുടെ ആദർശ സമ്മേളനം നടത്തി. നമ്മളത് പറഞ്ഞ് നടത്തിക്കോളൂ, ഇത് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എതിർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതാക്കി കാണണമെന്നല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശരിയായ ആദർശങ്ങൾ, അതായത് റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബത്ത് സ്വീകരിച്ച, സഹാബത്തിൽ നിന്ന് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതായ ഈ ആശയാദർശങ്ങൾ, അതിന്റെ സംരക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ഇനിയും സംരക്ഷിക്കപ്പെടണം. ആശയ സമ്മേളനങ്ങൾ ഇവിടെ ഓരോ മുക്കിലും മൂലയിലൊക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ അത് ഉണ്ടാവുകയാണ്. ആരെതിർത്താലും അത് നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചത്, ആശയ സമ്മേളനങ്ങൾ. അത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അതിന്റെ തുടക്കം. അപ്പൊ ആദർശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സംഗതികളാണ്. അപ്പൊ ആ നിലക്ക് ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളെ വിശ്വാസം എന്താന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വിശ്വാസം പറഞ്ഞു കൊടുക്കാതിരിക്കണം. നമ്മളെ കർമ്മങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ? ചില ആചാരങ്ങൾ നമുക്കില്ലേ, ആ ആചാരങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ ആചാരങ്ങളുടെ ന്യായങ്ങളും അതിന്റെ തെളിവുകളും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് എങ്ങനെ പറയാം? അപ്പൊ ആദർശ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച അതിന്റെ പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ആശയത്തിന് ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കൊക്കെ അറിയാം, മഹാന്മാരാവുന്ന 8-9 പണ്ഡിതന്മാർ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായി. എന്റെ അടുത്തൊക്കെ അതിന്റെ കയ്യെഴുത്ത്, അതിന്റെ കോപ്പി, അറബി മലയാളത്തിലുള്ള അതിന്റെ കോപ്പിയും അതിന്റെ പുസ്തകമൊക്കെ എന്റെ കൈവശമുണ്ട്. മഹാനാവുന്ന ശിഹാബുദ്ദീൻ ശാരിയാതി തങ്ങൾ,
മഹാനാവുന്ന കുത്തുബി തങ്ങൾ തുടങ്ങിയ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന ഉയർന്നതായ പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഫത്വണ്ട് ഈ മുത്തദീകളാവുന്ന ആളുകളോട്, കള്ള തെരിയക്കത്തുകാരോട്, ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മുടെ സമീപനം വേണ്ടത് എന്നുള്ളത്, ദീൻ കാര്യത്തിൽ അവരുമായി സഹകരിക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പൊ നമ്മളെ ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഗഹനമുള്ള പ്രയാസപ്പെട്ട മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നുന്നതാ കുത്തുബ എന്ന് പറഞ്ഞ പ്രസംഗല്ലേ, കുത്തുബന്റെ അർത്ഥം പ്രസംഗല്ലേ, അത് മനുഷ്യ പിന്നെ മനസ്സിലാവുന്ന രൂപ ഭാഷയിലാവേണ്ടെന്നൊക്കെ തോന്നും. യഥാർത്ഥത്തിൽ കുത്തുബ എന്നുള്ളത് ഒരു സാധാരണ പ്രസംഗമാണോ? കുത്തുബയിൽ എന്തെല്ലാം സംഗതികൾ, സാധാരണ പ്രസംഗത്തിൽ പാട്ട് പാടിക്കൂടെ? കുത്തുബയിൽ പാട്ട് പാടാൻ പറ്റുമോ? ഇത് ബെയ്ത്ത് ചെല്ലാൻ പറ്റുമോ? കുത്തുബയിൽ നമ്മളെ ഇമാം ഷാഫി തങ്ങളെ മതവ് പ്രകാരം അത് പറ്റൂല എന്നല്ലേ. അപ്പൊ ഇത് സാധാരണ പ്രസംഗമല്ലത്, അതൊരു പ്രത്യേകമാവുന്നതായ നിബന്ധനകളുള്ളതായ അതിന് പ്രത്യേക അതിന്റെ ഭാഷയ്ക്കും നിബന്ധനകളുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ പല കള്ളന്മാരും തെരീക്കത്തിന്റെ ആളുകളോ അല്ലെങ്കിൽ ഔലിയ വലിയകളായി ചമഞ്ഞുകൊണ്ടിരിക്കും. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ വിലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ അത് കള്ളന്മാരാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മഹാനാവുന്ന ഷെയ്ഖ് തായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞത് അത് മുഹററത്തുൻ അൽ കിതാബി വസുന്ന എന്നാണ്. അത് കിതാബ് സുന്നത്തിന്റെ മേലിലും മഹാന്മാരാവുന്ന അയിമത്തിന്റെ അഖ്വാലിന്റെ മേലിലുമാണ് അതിന്റെ തഹരീർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടിയല്ല ഒരാൾ പോടുന്നുണ്ടെങ്കിൽ ഫലാ യസിഉ ഇത്തിബാഉഹു, അവനെ പിൻപറ്റാൻ പറ്റൂല. അവൻ എത്ര വലിയവനാണെങ്കിലും പല അത്ഭുതങ്ങൾ അവനിൽ നിന്നുണ്ടായാലും പിൻപറ്റാൻ പറ്റൂല. പിൻപറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ നല്ല ആളുകളാവാം ചിലപ്പോൾ, അതുകൊണ്ട് അവരെ പോയി വായിപ്പിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഈ നിലക്ക് നമ്മൾ ഈ ആശയങ്ങളെ ശരിക്ക് മനസ്സിലാക്കണം. എന്താണ് ആശയങ്ങൾ? ഇപ്പൊ എന്നോട് എന്താണ് തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മളെ ഈശന്മാർ വേണ്ട ചിലര് വന്ന് പറഞ്ഞു, അവിടെ ഒരു മജിദൂബ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ മജിദൂബ് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർത്തുക, ചട കുത്തി ഉണ്ടാക്കുക, മുടികൾ ചിലപ്പോൾ അവിടത്ത് വറക്കാതിരിക്കുക, അങ്ങനത്തെ പല സ്വഭാവങ്ങളുമായിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഷെയ്ഖ് തായിഫത്ത് പറഞ്ഞത് ശരീരത്തിന്റെ ശരിയായ റൂട്ട് കൂടി അല്ലെങ്കിൽ വല പിൻപറ്റാൻ പോട്ടാണ്. അപ്പൊ അവൻ ഇവരോട് പറഞ്ഞുതരാം. വളരെ രഹസ്യമാണ്. ഞാൻ പിന്നെ സയ്യിദുൽ ഉലമ എന്നാണ് പറഞ്ഞതിനെ പറ്റി. അങ്ങനെ അവൾക്കൊരു സന്തോഷമാവുമല്ലോ ഉസ്താദിനെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ മൂപ്പരെ നമ്മൾ അജ്മീറിൽ വെച്ചുകൊണ്ട് കണ്ടു. അത് പിന്നെ മൂപ്പര് ഒരു രാഷ്ട്രീയ സന്ദർശനത്തിന് അജ്മീറിൽ വന്നത് തന്നെയാണ്. അപ്പൊ അവിടുന്ന് അപ്പൊ ഞാൻ തേടി അജ്മീർ പോയിട്ടില്ല. അല്ല ജീവിതത്തിൽ അതിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. പോകണമെന്നൊക്കെ നല്ല സംഗതിയാന്ന് നമ്മൾ പറഞ്ഞാൽ പോകാനുള്ള അതിൻ്റെ ഒരു സന്ദർഭം ഒത്തു കിട്ടിയിട്ടില്ല. അതാണ് അജ്മീർ. അപ്പോൾ ഇവർ ഈ സാഹസപ്പെട്ട യാത്രക്കൊന്നും ഞാൻ ഉദ്ദേശിക്കാറില്ല, പോകാറില്ല. അപ്പൊ അത് പ്രയാസമായതുകൊണ്ട് സൗകര്യത്തിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ എപ്പോഴും ആലോചിക്കലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് കണ്ടു, പല കാര്യങ്ങളും സംസാരിച്ചു എന്നൊക്കെ. അപ്പൊ ഇത് ഉറക്കത്ത് കണ്ടു എന്നല്ല പറഞ്ഞത്, എനിക്ക് നേരെ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അത് ഇവരോട് എന്നോടുള്ള ബന്ധം ഒന്ന് സ്ഥാപിച്ചു. അങ്ങനെ ഇവരൊക്കെ അവരോടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ പലതുമാണ് ലോകത്ത് നടക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഇതിൽ നമുക്ക് പേടിച്ചിട്ട് കാര്യമില്ല. ശബ്ദിക്കണതൊക്കെ ദീനല്ലാത്ത സംഗതികളൊക്കെ എപ്പോഴും നമ്മൾ നടക്കണം. ജനങ്ങൾ ഇവിടെ അവരെ ഈമാൻ പേക്കാൻ പാടില്ല, അവരെ വിശ്വാസങ്ങളും അവരെ കർമ്മങ്ങളും ആചാരങ്ങളും തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് മുഅല്ലിമീ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വഹീന്റെ മുബല്ലിഗ നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വഹീനിക്കുണ്ടായ വഹീനെ ഇവിടെ തഹമ്മൂൽ ചെയ്ത അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവ ഗുണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവണം. കാരണം അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ ഇസ്തിഫാദത്ത് ചെയ്യേണ്ടത് വിലായത്തിനെയാണ്. നുബൂവത്തിൽ ഇസ്തിഫാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്തുകൾ ഉണ്ടാവില്ല. അപ്പൊ ഈസ നബി ഇവിടെ നബി ആയിട്ടല്ല വരേണ്ടത്. ഈസ നബി വരേണ്ടത് നബി ആയിട്ടല്ലല്ലോ, കാരണം നബിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ അമ്പിയാക്കന്മാരിൽ നിന്ന് ഏത് നുബുവത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ബാത്തിന് അത് വിലായത്താണ്. അപ്പൊ ആ വിലായത്തിന്റെ സ്വഭാവങ്ങൾ കഴിവിന്റെ പരമാവധി ഇസ്തിഖാമത്ത് നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം. ചില സംഗതികളൊക്കെ ഫർദ് മാത്രം ചെയ്താലും മതിയാവും. പക്ഷെ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു വട്ടം കഴിക്കുകയാണെങ്കിൽ ഓയിൽ വിചാരിച്ചത് ഒരു വട്ടം കഴിക്കാൻ പറ്റും, അതുപോലെ. അപ്പൊ നമ്മൾ അത് കൈകൾ ശുദ്ധത്തായ എത്ര മറത്തുണ്ടോ ആ മറത്തൊക്കെ നമ്മൾ പരിഗണിച്ച് നമ്മൾ ചെയ്യണം. നമ്മളെ നിസ്കാരം അതേമാതിരി നമ്മൾ ഫാത്തിഹ മാത്രം ഒതുക്കിച്ചാൽ കുഴപ്പം, റുക്കൂലും ചെല്ലിയിട്ടില്ല, തുബൈത്തിനായ മതിയല്ലോ. അങ്ങനെ ആവരുത് നമ്മളെ നിസ്കാരം. അപ്പൊ അതിനൊക്കെ അക്കുമലായ രൂപം അല്ലെങ്കിൽ അതിനൽ കമാൽ അതിനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആ നിലക്ക് ജനങ്ങൾക്ക് ഇത്തിബാഴ് ചെയ്യപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ടും കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീനിനെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യണ
ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളൊക്കെ സന്നദ്ധരാവണം. ആ നിലക്കുള്ള ഒരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ചില വേഷങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ചില പ്രത്യേകമാവുന്നതായ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ട്. മുറുവത്തും അങ്ങനെ തന്നെ എല്ലാവരും മുറുവത്ത് ഒരേ മാതിരിയല്ലോ. മുറുവത്തിൽ ജനങ്ങൾ വ്യത്യാസമില്ലേ? അതെന്താ കാരണം? ആലിമിന്റെ മുറുവത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ സ്വഭാവത്തിലാണ്. അതേമാതിരിക്കാണ് ഒരു നാടന്റെ മുറുവത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മുറുവത്ത് പൊളിഞ്ഞു പോകും. ചില സംഗതികൾ നമ്മൾ ഇതുണ്ടായത് ഒരു നാടൻ അവർ ആംബിയാണെങ്കിൽ അതിന്റെ മുറുവത്ത് ഇതുണ്ടാവില്ല, പൊളിഞ്ഞു പോകണമെന്നില്ല. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങൾ നമ്മളും അവരും തമ്മിലൊക്കെ ഉണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എപ്പോഴും അവലംബമാക്കാനും അവർക്ക് ഇത്തിബായി ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്വഭാവത്തിലാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ. എല്ലാവിധ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ ഒഴിക്കണം. അതോടുകൂടി സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കെതിരിൽ ആര് എവിടെ ശബ്ദിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കണം. അതിന്റെ എതിരിൽ ശബ്ദിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് അതിന്റെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട്. അതിലൊക്കെ നമ്മൾ പങ്കാളികളാവണം. പ്രത്യേകിച്ച് ഇവിടെ 2026 കാസർഗോഡ് വെച്ചുകൊണ്ടിട്ട് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം സജ്ജമാക്കപ്പെട്ട അല്ലെങ്കിൽ ഇജ്ജു സജ്ജമാക്കപ്പെടുന്ന ഏറ്റവും വിശാലമായ മൈതാനത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നമ്മുടെ 100-ാം വാർഷികം. ആ 100-ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കണം. അതിന് ഇന്ന് മുതൽ തന്നെ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പൊ അത് നിങ്ങളൊക്കെ അതിന് തയ്യാറാണോ എന്നാണ് ഇപ്പൊ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ തയ്യാറായി കൊണ്ടിട്ട് അതിനെ വളർത്താൻ അതിന്റെ ആ ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ പാലക്കാട് ജില്ലയിൽ കുറെ പ്രാവശ്യം പല പരിപാടിക്കും വിളിക്കുമ്പോൾ പലതിനും ചിലതിനൊക്കെ വരലുണ്ട്, ചിലതിന് വരലില്ല. എന്നാളെ നമ്മളെ ഖാജൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി തന്നെ. ഖാജ വിളിച്ചൊരു പരിപാടിക്ക് വരാതായപ്പോൾ അപ്പൊ ഞാനത് ഒന്ന് ദർശനം മുടങ്ങി പോവാണ്. ഇങ്ങനെ ഈ പോണുണ്ട് ഇന്നിപ്പോ 2-3 ദിവസമൊക്കെ മുടക്കിയാണ് വരുന്നത്. ഇനിയിപ്പോ വൈകുന്നേരം അവള് ദർശനത്തോട്ട് കൈ വരും. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ വരാതെ കിടന്നത്. ചിലപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് യാത്രക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊന്നും ആരും വെറുക്കരുത് എന്നാണ് എല്ലാവരോടും പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി സൗകര്യം നമ്മളൊക്കെ വരും. പിന്നെ നിങ്ങളെ മാരിക്കുള്ള ചെറുപ്പക്കാരൊന്നും അല്ല, കുറച്ച് വയസ്സൊക്കെ ആയില്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് അതുകൂടി നിങ്ങൾ പരിഗണിക്കണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ.